രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇപ്പോൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞാലും ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞാലും ഇന്ത്യയുമായിട്ട് ബന്ധിപ്പിക്കാതെ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്രവർത്തനയെ രൂപപ്പെടുത്താനോ പരിമിതികളുണ്ടാവും. നമ്മുടെ ദേശീയ പശ്ചാത്തലം കണക്കിലെടുക്കാതെ നമ്മളൊരു രാജ്യം അല്ലല്ലോ. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് നയപരമായിട്ടും അല്ലാതെയും നടക്കുന്ന പല കാര്യങ്ങളും ദേശീയ തലത്തിൽ വന്ന മാറ്റങ്ങളുടെ ഫലമായിട്ടാണ്. അത് കേരളം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും 1991 മുതൽ നടന്ന സാമ്പത്തിക പരിഷ്കരണ നയങ്ങളുടെ ഭാഗമായിട്ട് കുറേയേറെ മാറ്റങ്ങൾ. അതിപ്പോൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ഡോക്ടറാകണമെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഒരു വർഷം 11 ലക്ഷം രൂപ ചിലവാക്കി 55 ലക്ഷം രൂപ ചിലവാക്കി ആതുര സേവനത്തിൽ ഏർപ്പെടണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. ആ 1991 വന്ന സാമ്പത്തിക പരിഷ്കരണം തന്നെ ആഗോളതലത്തിലുണ്ടായ സമ്മർദ്ദങ്ങളുടെയും സമ്മർദ്ദത്തിന് അതീതമായി വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെയും ഫലമായിട്ട് കൂടിയിട്ടാണ്. അതിൽ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ പതനവും പിന്നീടുള്ള തിരോധാനവുമാണ്. അത് ലോകത്തിനെ ആകെ തന്നെ സോവിയറ്റ് വിപ്ലവം എത്രത്തോളം ലോകത്തെ പിടിച്ചു കുലുക്കുകയോ അത്രത്തോളം തന്നെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പല രാജ്യങ്ങൾക്കും പ്രകടിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ നടത്തിപ്പിൻ്റെ പരാജയം എന്നാണ് അവരെ അറിയുന്നവരും അവരുടെ കൂടെ നിൽക്കുന്നവരും അല്ലാത്തവരും പറയുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു പാഠം, കാരണം ഈ ഇത്രയും വലിയ ഒരു പതനം ഉണ്ടായിട്ടും സോവിയറ്റ് യൂണിയനിൽ തന്നെ അവരുടെ ജനങ്ങൾ ഇതിനെപ്പറ്റി വിലപിക്കാനായിട്ട് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അവർക്ക് തന്നെ താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള പതനമായിരുന്നു. 40% അവരുടെ ദേശീയ വരുമാനം കുറഞ്ഞു. വയോധികരായിട്ടുള്ളവർക്ക് പെൻഷൻ്റെ മൂല്യം 1 കിലോ ഇറച്ചി വാങ്ങിയാൽ ഒരു മാസത്തെ പെൻഷൻ തീരുന്ന അവസ്ഥയിലെത്തി. നേരത്തെ അവർക്ക് ഒരു മാസത്തെ പെൻഷൻ കൊണ്ട് അവരുടെ ചെലവുകൾ കഴിക്കുകയും അവർക്ക് കുറച്ചു കാലമെങ്കിലും എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ ഒരു ഹോളിഡേക്ക് പോയി വിശ്രമിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള കഴിവും കൊടുത്തിരുന്ന ഒരു പെൻഷൻ 1 കിലോ ഇറച്ചി വാങ്ങുന്നതിൻ്റെ തുല്യതയിലെത്തി എന്നുള്ളതാണ്. അപ്പോൾ ആഗോളതലത്തിൽ തന്നെ ആശയപരമായിട്ടും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു. അതിൻ്റെ പരിണിത ഫലമായിട്ട് മുതലാളിത്ത രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ, അവരാണല്ലോ ഏകദേശം കഴിഞ്ഞ 400 കൊല്ലമായി അധീശത്വം പുലർത്തി വന്നിരുന്നത്, ഇപ്പോഴും പുലർത്തുന്നത്. ഇതൊരു ക്യാപിറ്റലിസത്തിൻ്റെ ട്രയംഫ്, ഒരു വലിയൊരു വിജയമായിട്ട് ആഘോഷിക്കാനായിരുന്നു താല്പര്യം. പക്ഷേ അങ്ങനെ ആഘോഷിക്കുമ്പോഴും അവർ വിചാരിച്ചതുപോലെ ഇതൊരു ദിഗ്വിജയമായിട്ട് കലാശിക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടായി. 2008 അന്നേ വരെ നിലനിന്നിരുന്ന ആഗോളവൽക്കരണത്തിന് അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സമവാക്യം പൊളിഞ്ഞു എന്ന് തന്നെ പറയാം. അന്നത്തെ സാമ്പത്തിക കുഴപ്പത്തോട് കൂടിയിട്ട് അതിൽ നിന്ന് ഇനിയും പാശ്ചാത്യ രാജ്യങ്ങൾ കടന്നിട്ടില്ല. പക്ഷേ അവർ ഒരു പതനത്തിലെത്തുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. പക്ഷെ അതിൻ്റെ ഒരു ഫലമായിട്ടുണ്ടായിട്ടുള്ള ആരും വിചാരിക്കാത്ത തരത്തിലുള്ള, കാരണം ആഗോളതലത്തിൽ തന്നെ ആഗോളവൽക്കരണത്തിന് എതിരായി പടപൊരുതിയത് മുതലാളിത്തത്തെ എതിർക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളും, പൊതുവായി പറഞ്ഞാൽ ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന ചിന്താഗതികളുമായിരുന്നു, ചിന്താധാരകളും പ്രസ്ഥാനങ്ങളുമായിരുന്നു. പക്ഷേ ഇന്ന് ആഗോളവൽക്കരണത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ഏറ്റവും തീവ്ര വലതുപക്ഷത്തു നിന്നാണെന്നുള്ളതാണ്. അതാണ് ഡൊണാൾഡ് ട്രംപും തെരേസ മേ എന്ന് പറയുന്ന
ബ്രിട്ടനിലെ പ്രധാനമന്ത്രി പ്രതിനിധീകരിക്കുന്ന ഈ 2 നിയോജക മണ്ഡലങ്ങളെ വെളിപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഭാഗത്തു നിന്നുകൊണ്ടാണ് ആഗോളവൽക്കരണത്തിന് ഇന്നിപ്പോൾ എല്ലാവരുടെയും പേടി ഡൊണാൾഡ് ട്രംപാണ്. അദ്ദേഹം ഫ്രീ ട്രേഡിന്, സ്വതന്ത്ര വ്യാപാരത്തിന് പരസ്യമായി എതിര് നിൽക്കുന്ന ആളാണ്. ഏകദേശം അതൊക്കെ തന്നെയാണ് നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളത്. സ്വതന്ത്ര വ്യാപാരം എന്നൊന്നില്ല. വ്യാപാരമുണ്ട്, അത് സ്വതന്ത്രമാണെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് നമുക്ക് വിശ്വസിക്കാൻ. ഒരു കാലത്തും അങ്ങനെ ഒരു സ്വതന്ത്ര വ്യാപാരം ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് അദ്ദേഹവും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബാനൻ എന്ന് പറയുന്ന ഏറ്റവും ശക്തനായ ഐഡിയോളജിക്കൽ അഡ്വൈസർ, അയാൾ പറയുന്നത് ഇതൊരു റാഡിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ്, ഫ്രീ ട്രേഡ് അങ്ങനെ ഒന്നില്ല, അതിനെ നിർത്തണം, അമേരിക്ക ഫസ്റ്റ്, അമേരിക്ക ആയിരിക്കണം ആദ്യം. അത് തന്നെയല്ലേ എവിടെയും പറയുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, നമ്മളായിരിക്കണം മുന്നിൽ. അപ്പോൾ ദേശീയതയെ തന്നെ വേറൊരു പ്രത്യേക തലത്തിൽ കൊണ്ടുവന്ന് ആഗോളതലത്തിലുള്ള പുതിയ ക്രമത്തെ വെല്ലുവിളിക്കുന്ന ഒരിതാണ്. അതേസമയത്ത് ഇതിന് മറുപക്ഷത്ത് നിന്ന് വേണമെങ്കിൽ ജനപക്ഷം, രണ്ടിലും ജനപക്ഷമുണ്ട്, ട്രംപിൻ്റെ പിന്നാലെയും ജനങ്ങളുണ്ട്. വംശീയതയിൽ വിശ്വസിക്കുന്ന ജനങ്ങളാണ് അവർ കൂടുതലും. മറുപക്ഷത്ത് നിൽക്കുന്ന ജെറമി കോർബിനെ മാതിരിയുള്ള സോഷ്യലിസ്റ്റുകൾ, ബെർണി സാൻഡേഴ്സിനെ മാതിരിയുള്ള സോഷ്യലിസ്റ്റുകൾ. അമേരിക്കയിൽ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ തന്നെ അത് ചീത്ത വാക്കാണ്. പക്ഷേ അവരുടെ ചരിത്രത്തിൽ ആദ്യമായി അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് അജണ്ട അവതരിപ്പിക്കുകയും ഒരു ഘട്ടത്തിൽ ഹിലരി ക്ലിന്റനെ തന്നെ പരാജയപ്പെടുത്തുന്നു എന്നുള്ള ഒരു ഭീതി ജനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അവർക്ക് വളരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ 2 തലത്തു നിന്നും ആഗോളവൽക്കരണത്തിന് വെല്ലുവിളികളുണ്ടെന്നുള്ളതാണ്. പക്ഷേ ആദ്യത്തേതിലുള്ള ഒരു പ്രധാന അപകടം, അതിന് വഴികാട്ടിയത് ഇന്ത്യയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ അപകടം പതിയിരിക്കുന്നത് അവരുടെ ദേശീയത എന്ന് പറയുന്നത് ഞങ്ങളൊഴിച്ച് മറ്റുള്ളവരെ അംഗീകരിക്കാത്ത ഒരു ദേശീയതയാണ്. ഒരു ശത്രു വേണം. അപ്പോൾ വെള്ളക്കാരല്ലാത്തവൻ ശത്രുവാണ്, കുടിയേറ്റക്കാർ ശത്രുക്കളാണ്, ബ്ലാക്ക് ആയിട്ടുള്ള കറുത്ത വർഗ്ഗക്കാർ ശത്രുക്കളാണ്. അങ്ങനെ ഒരു ഹിറ്റ്ലറുടെ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വിഭാഗീയത, പോളറൈസേഷൻ. ആ പോളറൈസേഷൻ തന്നെയാണ് കഴിഞ്ഞ 3 കൊല്ലം ഇവിടെ ഔദ്യോഗികമായിട്ട് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വെല്ലുവിളിക്കുന്ന അത്ര ശക്തിയോടുകൂടി വെല്ലുവിളിക്കാൻ നമ്മുടെ രാജ്യത്തിൽ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കൻ ഡെമോക്രസിയിൽ പ്രസിഡന്റ് ട്രംപിനെ വെല്ലുവിളിക്കുന്നത് അവരുടെ തന്നെ ഗവർണർമാരാണ്. അദ്ദേഹം പാരീസ് ക്ലൈമറ്റ് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കാലിഫോർണിയ, ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള 6 ഗവർണർമാർ പറഞ്ഞു ഞങ്ങളത് അംഗീകരിക്കുന്നു, ഞങ്ങൾ രാജ്യങ്ങളുമായിട്ട് ഉടമ്പടികൾ ഉണ്ടാക്കി അതിനുവേണ്ടി ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തുന്നു. അപ്പോൾ അതും ഡെമോക്രസിയാണ്, നമ്മുടെയും ഡെമോക്രസിയാണ്. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള മറ്റ് അവരുടെ ചരിത്രമുണ്ട്, ഇമ്പീരിയലിസത്തിൻ്റെ ചരിത്രമുണ്ട്, കൊളോണിയലിസത്തിൻ്റെ ചരിത്രമുണ്ട്. പക്ഷെ അവരുടെ കാര്യം വരുമ്പോൾ അവർ മോഡേൺ ഡെമോക്രസിയിൽ ഒരുപാട് നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഒരു ഡെമോക്രസിയെ ചലനാത്മകമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് കൊണ്ടുവരേണ്ട ഒരു ചുമതല ഈ നാട്ടിലെ, ഈ രാജ്യത്തെ ജനങ്ങൾക്കുമുണ്ട്. അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വേണം മറ്റൊരു കേരളം എന്ന് പറയുന്ന സാമ്പത്തിക അജണ്ടയും സാമൂഹിക അജണ്ടയും നമ്മൾ അവതരിപ്പിക്കാൻ എന്നുള്ളതാണ്. അത് ആവശ്യപ്പെടുന്നത് ഇന്ന് ചെറിയ ചെറിയ പടലപ്പിണക്കങ്ങളല്ല. വലിയൊരു ശത്രു മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഈ വീട്ടിൻ്റെ ഉള്ളിലുള്ള ഈ പങ്കിനെ പറ്റിയുള്ള പിണക്കങ്ങളല്ല വേണ്ടത്, വിശാലമായൊരു ഐക്യമാണ് വേണ്ടതെന്നുള്ളതാണ്. ആ വിശാലമായിട്ടുള്ളൊരു ഐക്യമില്ലെങ്കിൽ വേറെ എന്തു തന്നെ പാറമടയെക്കുറിച്ച് പറഞ്ഞാലും മണലിനെ കുറിച്ച് പറഞ്ഞാലും അതൊന്നും സാധ്യമാകാൻ പോകുന്നില്ല എന്നുള്ളൊരു സന്ദേശം കൂടി അതിലടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അതിനെ കൂടി ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഇതിനു വേണ്ട ആയുധങ്ങൾ, ശാസ്ത്രത്തിൻ്റേതായിട്ടുള്ള അറിവിൻ്റേതായിട്ടുള്ള ആയുധങ്ങൾ
ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിന് കൊടുക്കാനുള്ള ചുമതല കൂടിയുണ്ട്. അതുകൊണ്ടാണ് എന്നെപ്പോലുള്ളവർക്ക് ജെറമി കോർബിൻ പറയുന്ന തരത്തിലുള്ള ഒരു പുതിയ അജണ്ടയെക്കുറിച്ച് കുറേയൊക്കെ ശുഭാപ്തി വിശ്വാസമുള്ളത്. അവർ അധികാരത്തിൽ വരുമോ എന്നുള്ളതല്ല പ്രശ്നം, പക്ഷേ അധികാരത്തിൽ വരാനും അതിനപ്പുറം ജനങ്ങൾക്ക് പുതിയൊരു കൂട്ടായ്മ സൃഷ്ടിക്കാനും അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന, നമ്മൾ പലപ്പോഴും പല ഘട്ടങ്ങളിൽ ഇന്ത്യയിൽ പല ഗ്രൂപ്പുകളും ചിന്തകരും പറഞ്ഞിട്ടുള്ളത് തന്നെയൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ പുത്തൻ കാലഘട്ടം ആവശ്യപ്പെടുന്നത് പഴയ തരത്തിലുള്ള യാന്ത്രികമായിട്ടുള്ള വർഗസമരത്തിൽ മാത്രം ഊന്നിയ ഒരു ശൈലിയല്ല, ഒരു പ്രത്യേക ശാസ്ത്രമല്ല. അതിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ തന്നെ സാമ്പത്തിക അസമത്വത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും വെല്ലുവിളികളും കൂടെ അടങ്ങിയിട്ടുണ്ട്. നേരത്തെ ടി.പി. പറഞ്ഞ മാതിരി ഒരു പാരിസ്ഥിതിക പ്രശ്നം വരുമ്പോൾ ഏറ്റവും അധികം അതിൻ്റെ ദോഷഫലം അനുഭവിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ഭോപ്പാലിൽ മരിച്ചത് മുഴുവനും ദരിദ്രരായിട്ടുള്ള സ്ലമ്മിലുള്ള ആൾക്കാരാണ് മരിച്ചത്. അല്ലാതെ നല്ല വീടുകളും നല്ല വാതിലും ജനങ്ങളും അടച്ചിടാൻ പറ്റിയ സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്നവരല്ല ഭോപ്പാലിൽ മരിച്ചത്. അതുപോലെ തന്നെയാണ് സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ കാര്യത്തിലും ജെൻഡർ ജസ്റ്റിസിൻ്റെ കാര്യത്തിലും. അത് വർഗപരമാണോ വർഗപരമയോ എന്നുള്ളതല്ല തർക്കം. അങ്ങനെ ഒരു അസമത്വം കൂടി സമൂഹത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സമത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മനുഷ്യവികാസം ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ പേരിൽ. അതുപോലെ തന്നെയാണ് സോഷ്യൽ ഇൻക്ലൂഷൻ അല്ലെങ്കിൽ സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിസ്ഥിതിയും സാമൂഹ്യ നീതിയും ഉൾപ്പെടുന്ന വിശാലമായിട്ടുള്ള പുതിയ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ആൾട്ടർനേറ്റീവ് ഒരു ബദൽ മാർഗത്തിന് കുറെ കൂടെ ആശയപരമായിട്ടുള്ള അടിത്തറ കെട്ടുറപ്പ് ഉണ്ടാവുകയുള്ളൂ. ആ അടിത്തറയിൽ വേണം നമ്മൾ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് കെട്ടിപ്പടുക്കാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന് വേറൊരു കാരണം, കേരളത്തെ പോലെയുള്ള ഒരു സമൂഹം, ഒരു സംസ്ഥാനം ദേശീയമായിട്ടുള്ള നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല കടപ്പെട്ടിരിക്കുന്നത്. ലോകത്ത് നടക്കുന്ന പല സംഭവ വികാസങ്ങളും ലോകത്ത് നടക്കുന്ന പല സംഭവ വികാസങ്ങളും നമ്മുടെ സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്നതും കൂടിയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തെ പോലെ ഇത്രയധികം ആഗോളവൽക്കരിച്ച ഒരു സമ്പദ്ഘടന ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം വളരെ നേരത്തെ തന്നെ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ മുതൽ കയറ്റുമതി ചെയ്ത് പണമുണ്ടാക്കി ഇവിടെ കാര്യങ്ങൾ നടത്തിയിരുന്ന ഒരു സമൂഹമാണ്, സംസ്ഥാനമാണ്. പിന്നീടത് മനുഷ്യശക്തിയുടെ കടത്തിലേക്കും വ്യാപിപ്പിച്ചു. നമ്മൾ ലേബർ എക്സ്പോർട്ട്, ആദ്യം കമ്മോഡിറ്റി എക്സ്പോർട്ട്, പിന്നെ മനുഷ്യനെ എക്സ്പോർട്ട്, കുടിയേറ്റം. ഇത് രണ്ടിലും നിന്ന് കിട്ടുന്ന വരുമാനം ആണ് ഇന്ന് കേരള സമ്പത്തിൻ്റെ ചാലകശക്തി എന്ന് പറഞ്ഞാൽ അത് അതിശയിക്കാനില്ല. അത് നല്ലതോ ചീത്തയോ എന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അത് എത്രത്തോളം നമ്മൾ നന്നായി അതിനെ കൈകാര്യം ചെയ്യുന്നു, ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് നമ്മൾ അറിയുന്നത്. അതിൽ കേരളത്തിന് സാമ്പത്തികമായിട്ട് ഒരുപാട്, മൊത്തത്തിൽ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ ടി.പി. ഇവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞു. അത് ഒരു സമൂഹത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഒരു 3-4 തരം എന്താ പറയുക രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻസ് വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ നടത്തിയ ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് ഞാൻ അതിനെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്ന്, ജനസംഖ്യാപരമായിട്ടുള്ള ഒരു പരിവർത്തനം. ഇന്ത്യയിൽ ഇന്നുണ്ടായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വെച്ച് ഏറ്റവും ശക്തമായും സുസ്ഥിരമായും ഉണ്ടായിട്ടുള്ള ജനസംഖ്യാ പരിവർത്തനം. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ
കേരളത്തിൽ നടന്ന അതേ പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. കേരളത്തിൻ്റെ അടുത്തെത്തിയിട്ടുള്ള തമിഴ്നാടും ഹിമാചൽ പ്രദേശും മറ്റ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളും അതിനൊപ്പം ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു പരിണിത ബലം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഇനി അധികം ജനസംഖ്യ കൂടില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. 2001 മുതൽ 2011 വരെയുള്ള ഈ 10 വർഷത്തെ കാലഘട്ടത്തിൽ 5% കൂടിയിട്ടുള്ളത്. ഇന്ത്യയിൽ 15%, 16% കൂടിയ സ്ഥാനത്ത്. ഇനിയിപ്പോൾ ഒരു പക്ഷേ അത് കുറയാനും സാധ്യതയുണ്ട്, നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ മൊത്തം ജനസംഖ്യ സ്വല്പം കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ കുട്ടികൾ 2 എന്നുള്ളതിൽ നിന്ന് ആവറേജിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവേയുടെ പ്രകാരം 1.6 എന്ന് പറഞ്ഞാൽ ഏകദേശം 30% ദമ്പതികൾക്ക് ഒരു കുട്ടികളേ ഉള്ളൂ. അപ്പോൾ റീപ്ലേസ്മെന്റ് എന്ന് പറയണമെങ്കിൽ 2 എണ്ണമെങ്കിലും വേണം. അങ്ങനെ വരുമ്പോൾ ഒരു 25 കൊല്ലത്തിനുള്ളിൽ ഇന്നത്തെ 33 അല്ലെങ്കിൽ 3.3 കോടി എന്നുള്ളത് ചിലപ്പോൾ 3.2 കോടി അല്പസ്വല്പം വ്യത്യാസത്തിൽ നിന്നേക്കാം. അപ്പോൾ അതൊരു വെല്ലുവിളിയല്ല. അതിൽ വൃദ്ധരുടെ ശതമാനം കൂടും എന്നൊക്കെ പറഞ്ഞത് ശരിയാണ്. അതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ അതിനേക്കാൾ ഏറെ നമുക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നഗരവൽക്കരണം, കാർഷിക മേഖലയിൽ നിന്നും കാർഷികേതര മേഖലയിലേക്കുള്ള സാമ്പത്തികമായിട്ടുള്ള മാറ്റം. ഇപ്പോൾ വളരെ ഒരു കാർഷിക മേഖലയിൽ മാത്രം ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കി അത് മാത്രം വരുമാനമായി കാണുന്ന കുടുംബങ്ങളുടെ ശതമാനം എന്ന് പറയുന്നത് 10% കൂടിയില്ല. കൃഷി ചെയ്യുന്നുണ്ടാവും, പക്ഷെ മറ്റു വരുമാന മാർഗങ്ങളായിരിക്കും കൂടുതലായിട്ടുള്ളതാണ്. അതിലും തെറ്റൊന്നുമില്ല. കാരണം കുറേ കൂടെ കൂടുതൽ വരുമാന സാധ്യതയുള്ള മേഖലയാണ് കാർഷികേതര മേഖല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ കുടുംബത്തിലും കാണും. ഉപഭോഗം കൂടിയിട്ടുണ്ട്, സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ചില സൗകര്യങ്ങൾ വർദ്ധിച്ച് അതൊരു പ്രശ്നമായിട്ടുണ്ട്. വാഹനങ്ങളുടെ 1.25 കോടി വാഹനങ്ങളാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എസ്റ്റിമേറ്റ്. 5 വർഷം മുമ്പ് 65 ലക്ഷമായിരുന്നു എന്ന് പറഞ്ഞാൽ ഡബിളായി. അപ്പോൾ നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ട്രാഫിക് ജാം നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ അവിടെയുള്ള ട്രാഫിക് ജാം എന്ന് പറയുന്നത് എല്ലാവർക്കും വീതിച്ച് കിട്ടുന്ന മാതിരിയുള്ള സമത്വസുന്ദരമായിട്ടുള്ള ട്രാഫിക് ജാം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ ഏറെ എൻ്റെ അഭിപ്രായത്തിൽ ഭാവിയെ ഒരുപക്ഷെ നിയന്ത്രിക്കാൻ തരത്തിലുള്ള ഒരു മാറ്റം വിദ്യാഭ്യാസപരമായിട്ട് മാറിയിട്ടുള്ള മാറ്റങ്ങളാണ്. നമ്മൾ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ആവറേജ് ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ അത് വളരെ കൂടി. ഇന്നിപ്പോൾ ഏകദേശം ചെറുപ്പക്കാരുടെ കാര്യമെടുത്താൽ 15 വയസ്സിനും 35 വയസ്സിനും ഉള്ള ചെറുപ്പക്കാർ, ആൺകുട്ടികളും അല്ലെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും എടുത്താൽ 56% ആൾക്കാർ കുറഞ്ഞത് 10 ക്ലാസ്സെങ്കിലും പാസ്സായിട്ടുള്ളവരാണ്, കുറഞ്ഞത്. അപ്പോൾ മെജോറിറ്റി ഓഫ് ദ യങ്ങർ ജനറേഷൻ ആസ് എൻ എഡ്യൂക്കേഷൻ നോട്ട് ലെസ് ദാൻ 10 years. ആകെയുള്ള അഡൽട്സിൽ ബിരുദധാരികൾ 12-13% വരും ഇപ്പോൾ. പക്ഷെ അതും കൂടാനാണ് സാധ്യത. പക്ഷെ ഇത് സൃഷ്ടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരിൽ സൃഷ്ടിക്കുന്നത് ഇനി അവർക്ക് ചെയ്യേണ്ട ജോലി അല്ലെങ്കിൽ കിട്ടേണ്ട ജോലി, അവരുടെ ജീവിത കരിയർ, അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്. ആസ്പിരേഷണൽ ജനറേഷൻ. അപ്പോൾ എൻ്റെ അച്ഛൻ മത്സ്യം പിടിച്ച് കഴിയുന്ന ആളായതുകൊണ്ട് ഞാനും മത്സ്യം പിടിക്കണം എന്ന് യാതൊരു നിർബന്ധം എനിക്കുമില്ല, എൻ്റെ രക്ഷിതാക്കൾക്കുമില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും വേറൊരു തരത്തിലുള്ള നല്ല ജോലി കിട്ടുക എന്നുള്ളതാണ്. ഫ്രം വർക്ക് ടു ജോബ്. പണിയല്ല നോക്കുന്ന ജോലിയാണ്. പണി ചെയ്യാൻ ബംഗാളിൽ നിന്നും ആസാമെന്നും ഒറീസയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നത് കൊണ്ട് ഇപ്പം നമുക്ക് പണി നോക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ മൈഗ്രൻ്റ് ലേബർ എന്നുള്ളതും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സ്ഥായി ആയിട്ടുള്ള പല പിന്നെ ഈ അഡ്വാൻസ്ഡ് രാജ്യങ്ങളിലുള്ളതുപോലെ തന്നെ നമ്മുടെ ജനസംഖ്യയുടെ ഭാഗമായിട്ട് മാറാൻ വളരെയധികം സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആസ്പിരേഷണൽ സൊസൈറ്റി, ദ കമ്മിങ് ഓഫ് ദ ആസ്പിരേഷണൽ സൊസൈറ്റി, അത് എങ്ങനെയാണ് ഭാവി ഈ മാതിരിയുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കാനും ബുദ്ധിമുട്ടാണ്.
അവർക്ക് കിട്ടേണ്ട ജോലി, അതിന് പറ്റിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ഒരു വെല്ലുവിളിയായി തന്നെ മാറും. പക്ഷെ ഇതിനൊക്കെ പുറമെ എന്തുകൊണ്ടാണ് മറ്റൊരു കേരളം വേണമെന്ന് വാദിക്കുന്നവരോട് ഞാൻ യോജിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ വേറൊരു കാരണത്താലാണ്. അതിൻ്റെ ഒരു പ്രധാന കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ പ്രോഗ്രസീവാണ്, കുറേയൊക്കെ സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലുമൊക്കെ മുന്നിട്ട് നിൽക്കുന്നവരാണ്, പുരോഗതി കൂടുതൽ കൈവരിച്ച ആളാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും 2 തരത്തിലുള്ള ഗുണബലങ്ങളാണ് നമ്മൾ സമൂഹത്തിൽ പൊതുവെ കാണുന്നതും പ്രതീക്ഷിക്കുന്നതും. ഒന്ന്, വ്യക്തിപരമായിട്ട് നമുക്ക് വീതിച്ചെടുക്കാവുന്ന ഗുണബലങ്ങൾ. ഒരു സബ്സിഡി കിട്ടിക്കഴിഞ്ഞാൽ അത് കുറേ പേർക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ഫീസ് ഇളവ് കിട്ടി, അല്ലെങ്കിൽ ഒരു ആശുപത്രി വന്നു, എനിക്ക് എൻ്റെ കുട്ടികളെ എൻ്റെ കുടുംബാംഗങ്ങളെ പോയി ചികിത്സിക്കാം, എനിക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ വീതിച്ചെടുക്കാൻ പറ്റാത്ത, എല്ലാവർക്കും ബാധകമാകുന്ന പബ്ലിക് ഗുഡ് എന്ന് പറയും. പബ്ലിക് ഗുഡ് അല്ലെങ്കിൽ പബ്ലിക് ബാഡ്, അവയോടുള്ള നമ്മുടെ സമീപനം. ഒരു ജലസേചന പദ്ധതി 50 കൊല്ലമായിട്ടും പണിതീരാതിരുന്നാലും അതൊരു ഡേ ടു ഡേ പ്രശ്നമായിട്ടും നമ്മൾ അംഗീകരിക്കുന്നില്ല. കാരണം അത് എന്നെ ബാധിക്കുന്നില്ല നേരിട്ട്, ഇങ്ങനെയും ബാധിക്കുന്നില്ല, നമ്മളെ എല്ലാവരെയും ഒരുമിച്ചാണ് ബാധിക്കുന്നത്. റോഡ് നന്നാക്കാത്തതിനെ പറ്റി നമ്മൾ തമ്മിൽ വർത്തമാനം പറയും, കുറ്റം പറയും. പക്ഷെ അതിന് പലപ്പോഴും കാര്യമായിട്ട് ആരും ഒന്നും ചെയ്യില്ല. ആരെങ്കിലും ചെയ്യട്ടെ, ഏതെങ്കിലും ഒരു സംഘടന വന്ന് ചെയ്യട്ടെ. ഫ്രീ റൈഡിങ്, കാരണം ആർക്കും വീതിച്ചെടുക്കാൻ പറ്റില്ല. റോഡ് നന്നായാൽ നമുക്ക് എല്ലാവർക്കും സുഖമായിട്ട് പോവാം. പക്ഷെ അത് അദ്ദേഹം ഒന്ന് പണിയെടുത്തൊന്ന് ശരിയാക്കി തന്നു കഴിഞ്ഞാൽ എനിക്കും നടക്കാമല്ലോ എന്നുള്ളതാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. വീടൊക്കെ നമ്മൾ വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് സൂക്ഷിക്കും. പക്ഷേ ബാത്റൂമിൽ നിന്നും അടുക്കളയിൽ നിന്നും വെള്ളത്തിൻ്റെ പൈപ്പിൻ്റെ അറ്റം മതിലിന് പുറത്തായിട്ട് വയ്ക്കും. ഇപ്പോൾ റോഡിൽ പോയാൽ കുഴപ്പമില്ല, വീട്ടിൻ്റെ ഉള്ളിലാവരുത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോഗ്രസീവാണെന്ന് പറയുമ്പോഴും പബ്ലിക് കോൺഷ്യസ്നസ്, വാട്ട് ഈസ് പബ്ലിക് ഗുഡ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ 2 തരത്തിൽ അതിനെ നോക്കാം. ഒന്ന്, എല്ലാവർക്കും ആരോഗ്യം ഉണ്ടെങ്കിൽ, അതിന് പറ്റിയ സംവിധാനം ഉണ്ടെങ്കിൽ, അത് എനിക്കും എൻ്റെ കുടുംബത്തിനും അതിൻ്റെ ഗുണം ലഭിക്കും. അപ്പോൾ പൊതുവായിട്ടുള്ള നന്മ നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതാണ് എന്നുള്ള അറിവ് അത്ര പ്രകടമല്ല. പക്ഷേ ആ നന്മോഹം അതെപ്പോഴെങ്കിലും ആയിരിക്കും എന്നുള്ളതാണ്, പെട്ടെന്ന് കിട്ടുന്നതല്ലല്ലോ എന്നുള്ളതാണ്. പിന്നെ സംഘടനകളിലും ഇതുമാതിരിയുള്ള പ്രസ്ഥാനങ്ങളിലും ഒക്കെ ചേരുന്നവർ, അവർക്ക് പൊതു താല്പര്യം ചെയ്യണം എന്നുള്ള അതിൻ്റേതായിട്ടുള്ള വെറും മൂല്യം വെച്ചുകൊണ്ട് മാത്രമാണ് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഇവിടെ വന്നിരുന്നത് കൊണ്ട് വീട്ടിൽ വല്ല ബെനിഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല, ചിലപ്പോൾ വിഷമമായിരിക്കും അവിടെ കാര്യങ്ങൾ നടത്താൻ. എങ്കിലും ഇവിടെ വന്ന് ഇതുമാതിരിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ളത്, അങ്ങനെയുള്ള ആൾക്കാരുടെ അംഗസംഖ്യ വർദ്ധിക്കുമ്പോഴാണ് ഒരു സമൂഹത്തിൽ സമൂഹം അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നൊരു സാധനം കുറെ കൂടെ ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ TP വളരെ വിശദമായിട്ട് പറഞ്ഞു വെച്ച ഈ ഒരു രൂപരേഖ പ്രാവർത്തികമാകണമെങ്കിൽ അതിൻ്റെ ചട്ടക്കൂടിൽ ഈ ഒരു പ്രിൻസിപ്പിൾ കൂടി നമ്മൾ ബോധപൂർവം അതിൽ വേണം, ഫാക്ടർ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് കൂടി ഇല്ലാതെ എങ്കിൽ മാത്രമേ പൊതുനയങ്ങളെ വെല്ലുവിളിക്കാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാവൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ന് കേരള സമൂഹം 11 ലക്ഷം രൂപ കൊടുത്തിട്ട് കുട്ടികൾ പഠിക്കണം എന്ന് നിർബന്ധിക്കുന്ന ഒരു ഗവൺമെൻറ് നയം സുപ്രീം കോടതി പറഞ്ഞു അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പല എക്സ്ക്യൂസും പറഞ്ഞ് എങ്ങനെയാണ് നമ്മളിത് സഹിക്കുക എന്നുള്ളത് പുറം സംസ്ഥാനത്തുങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോഗ്രസീവ് മുഖമും അതോടുകൂടെ പോകും. ഈ 55 ലക്ഷം രൂപ മുടക്കി ഏത് കുട്ടിയാണ് ആതുര സേവനം, നിസ്തുലമായിട്ടുള്ള ആതുര സേവനം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പലിശയെങ്കിലും അവർക്ക് ഈടാക്കണ്ടേ? അങ്ങനെയുള്ള സേവനം എന്ത് തരമായിട്ടുള്ള സേവനമായിരിക്കും? അപ്പോൾ അതിന് അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? അപ്പോൾ പൊതുമേഖലയിൽ
പൊതു ഇടത്തിൽ നിൽക്കേണ്ട സ്ഥാപനങ്ങളുടെ ഒരു അപചയം, ആ നയത്തിൽ വന്നിട്ടുള്ള അപചയം, അതിനെ തടഞ്ഞു നിർത്താനാവാത്ത ഒരു സാമൂഹ്യ സ്ഥിതി, അതൊരു പ്രധാന വെല്ലുവിളിയായി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കുടുംബങ്ങളും അല്ലെങ്കിൽ വ്യക്തികളായിട്ട് നോക്കുമ്പോൾ അവരുടെ ആവറേജ് ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷനൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതി എന്താണ്? രണ്ട് വിധം ആൾക്കാരാണ് അതിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ഒന്ന്, അവരുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങളുടെയോ സൗകര്യം ഉപയോഗിച്ച് ബിരുദം നേടുന്നവരും, മറ്റത് കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും ബിരുദങ്ങൾ നേടുന്നവരും എന്നുള്ളതാണ്. ഒന്നും ചന്ത, മാർക്കറ്റ്. വേറൊന്ന് എല്ലാവരും സമൂഹം സംരക്ഷിക്കുന്ന രീതിയിലുള്ള അവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം. അപ്പോൾ ഇങ്ങനെ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുകയും മറ്റേ വിഭാഗമാണ് കൂടുതലായിട്ട് വികസിച്ച് വളർന്നു വരികയും ചെയ്യുന്നത്. അത് ആശുപത്രിയുടെ കാര്യത്തിലായാലും ശരി, അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും വന്നിട്ടുള്ളൊരു വ്യതിയാനം പബ്ലിക് ഹെൽത്തിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ വളർന്ന് പന്തലിച്ചിട്ടുള്ളത് ക്യൂറേറ്റീവ് ഹെൽത്ത് കെയർ, ചികിത്സാധിഷ്ഠിതമായിട്ടുള്ള ആരോഗ്യ സംവിധാനം എന്നുള്ളതാണ്. പബ്ലിക് ഹെൽത്ത് കെയറിൻ്റെ അറിയാമല്ലോ, വേസ്റ്റ് മാനേജ്മെൻ്റ് ആയാലും വെക്ടർ കൺട്രോൾ ആയാലും, അതായത് കൊതുക് നിവാരണം, അതുമാതിരിയുള്ള മറ്റു സംരക്ഷണ കാര്യങ്ങളായാലും കുറേയൊക്കെ നന്നായി നടക്കുന്നില്ല എന്ന് പറയുന്നില്ല കുട്ടികളുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ അതിൽ കുറേ കൂടി വ്യക്തിഗതമായിട്ടുള്ള താല്പര്യം വളരെ കൂടുതലുള്ളതാണ്. കാരണം 1.5 കുട്ടികളേ ഉള്ളൂ, അവരെ നമുക്ക് കൈവിടാൻ പറ്റില്ല. അപ്പോൾ എന്ത് ത്യാഗം സഹിച്ചും എത്ര പൈസ കൊടുത്തായാലും ഏത് ആശുപത്രിയിൽ പോയാലും നമ്മൾ കുട്ടികളെ സംരക്ഷിക്കും. അങ്ങനെയാണോ വേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. പരിഷത്തിന് ഇതിന് എന്താ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത്, ഒരു പ്രധാനമായിട്ട് നമ്മൾ ചെയ്തിരുന്ന ഒരു മാധ്യമം അച്ചടി മാധ്യമമാണ്. പുസ്തകങ്ങൾ, മാസികകൾ, ലഘുലേഖകൾ, അതുമാതിരിയുള്ള ബോധവൽക്കരണത്തിൻ്റേതായിട്ടുള്ളത് അത് ശക്തമായി തന്നെ തുടരണം. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്കുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൂടെയുള്ളത്, നമ്മുടെ പ്രധാന കോൺസ്റ്റിറ്റ്യുവൻസി വിദ്യാർത്ഥികളായിരുന്നു, ഇല്ലേ? ഇന്നും അതുതന്നെയാണെന്ന് തന്നെ പറയാം. സയൻസ് ക്ലബ്ബുകളൊക്കെ ഇപ്പോഴും സ്കൂളുകളിൽ, കോളേജുകളിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഏറ്റവും ശക്തമായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസി, നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, കാല് മാറില്ല എന്ന് വിശ്വസിക്കാവുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി വിദ്യാർത്ഥികൾ തന്നെയാണ്. മാഷുമാർ ചിലപ്പോൾ കാല് മാറുമെന്നറിയില്ല, എങ്കിലും ആ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് പുറമേ നമ്മൾ മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയും തേടണം എന്നുള്ളതാണ് ഒരു ശാസ്ത്ര സംഘടന എന്നുള്ള നിലയ്ക്ക്. അതിൽ ഞാൻ കാണുന്ന 2 പ്രധാന ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ഉയർന്ന തലത്തിലും ഒന്ന് താഴെ തലത്തിലും എന്ന് തന്നെ പറയാം. ഉയർന്ന തലത്തിൽ നിന്നുള്ളത് നമ്മൾ കൂടുതലായിട്ടും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ചും ഗവേഷണവും അധ്യാപനവും, അതായത് കൂടുതൽ അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന, കൂടുതൽ കാര്യങ്ങൾ മികച്ച രീതിയിൽ എങ്ങനെ സമൂഹത്തിന് ഗുണകരമായി ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആൾക്കാരെ തിരിച്ചറിയാനും അവരുടെ അറിവുകൾ സ്വായത്തമാക്കി അത് പകർന്നു കൊടുക്കാനും സാധിക്കുന്ന വിധത്തിൽ നമുക്ക് നിരന്തരമായിട്ട് അവരുമായിട്ട് ഏർപ്പെടേണ്ടി വരും. കേരളത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങളും ഒരുപാട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതിലെ ഒരു 10% ആൾക്കാരെ നമുക്ക് സ്ഥാപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഖ്യയായിരിക്കും. പക്ഷേ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കൂടി നമുക്കറിയണം. അതിനിവിടെ പൊളിറ്റിക്കൽ പാർട്ടികളുണ്ട്, ട്രേഡ് യൂണിയനുകളുണ്ട്, യൂത്ത് സംഘടനകളുണ്ട്, മഹിളാ സംഘടനകളുണ്ട്. അപ്പോൾ അതിന് വേറൊരു സംഘടന വേണമെന്ന് ചോദിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ അനുഭവത്തിലും ഞാൻ ഏറ്റവും കൂടുതൽ ഈ ദുർബല വിഭാഗത്തിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് നേരിട്ട് അവസരം കിട്ടിയതും ഇപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു ഗ്രൂപ്പാണ് കുടുംബശ്രീ. കാരണം ഈ കുടുംബശ്രീ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏകദേശം 40 ലക്ഷത്തോളം അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ്. 40 ലക്ഷം എന്ന് പറഞ്ഞാൽ 40 ലക്ഷം വീടുകളെ പ്രതിനിധീകരിക്കുന്ന, കുടുംബങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ 50%-ലധികം വീടുകളായി അവരുടെ പ്രാതിനിധ്യം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ സാമൂഹിക ചുറ്റുപാട്, ഇതെല്ലാം ഞങ്ങൾ ഒരു സർവേയിലൂടെ, അതിൻ്റെ ഒരു കാരണക്കാരൻ ജഗ്ജീവനായിരുന്നു. അദ്ദേഹം തള്ളി പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തത്. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ
ജനറൽ പോപ്പുലേഷൻ്റെയും അവരുടെയും തമ്മിലുള്ള ഒരു വ്യത്യാസം വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റും. അതിനെ പ്രതിനിധീകരിക്കുന്നത് മുഴുവൻ സ്ത്രീകളുമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അതിൽ രണ്ട് തരത്തിലുള്ളൊരു കൺവെർജൻസ് ഉണ്ട്. ഒന്ന്, സ്ത്രീകളാണ് അത് പ്രതിനിധീകരിക്കുന്നത്. സ്ത്രീകളുടെ പ്രശ്നങ്ങളല്ല, സ്ത്രീകൾ എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയെ നമുക്ക് സ്വാധീനിക്കാൻ വളരെയൊന്നും സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയത്ത് തന്നെ ഈ പറയുന്ന സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോട്ട് നിൽക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും. അപ്പോൾ കുടുംബശ്രീ എന്ന സംഘടനയുമായിട്ട്, പ്രത്യേകിച്ചും ഇത് പ്രാദേശിക തലത്തിലാണ് അവരുടെ സംഘടനകൾ. ഒരു പഞ്ചായത്തിൽ CDS ആണ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയും പിന്നെ അയൽക്കൂട്ടങ്ങൾ അടങ്ങുന്നതാണ് ഒരു കുടുംബശ്രീ. അവിടെ നമുക്ക് കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചാൽ ഈ പറയുന്ന പല കാര്യങ്ങളും അവരുമായിട്ട് പങ്കുവയ്ക്കാനും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് പുതിയ അജണ്ടകൾ രൂപീകരിക്കണം എന്നുള്ളതാണ്. യഥാർത്ഥ സ്ത്രീ സൗഹൃദമായിട്ടുള്ള നയങ്ങൾ അവിടെയായിരിക്കും കൂടുതൽ വ്യക്തത വരുന്നത് എന്നൊരു അഭിപ്രായം കൂടിയുണ്ട് എനിക്ക്. കാരണം എൻ്റെ പഠനങ്ങളിൽ, അത് ആൾ ഇന്ത്യ തലത്തിലായാലും ശരി കേരളത്തിൻ്റെ തലത്തിലായാലും ശരി, സ്ത്രീ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മറ്റ് സാമൂഹ്യ സാമ്പത്തിക വർഗീകരണ പ്രശ്നങ്ങളുമായിട്ട് വളരെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ മേലേക്കിടയിലുള്ള വിദ്യാസമ്പന്നരായ നല്ല ജോലികളുള്ള സ്ത്രീകളും ഏറ്റവും താഴത്തെ കർഷക തൊഴിലാളികളോ അല്ലെങ്കിൽ അതുമാതിരിയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ തൊഴിലാളികളും ഏറ്റവും സമൂഹം പരിഗണിക്കപ്പെടുന്ന താഴ്ന്ന ശ്രേണിയിലുള്ളവരും വിദ്യാഭ്യാസം കുറഞ്ഞവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളും രണ്ടും രണ്ടാണ്. അതിൻ്റെ അർത്ഥം പൊതുവായിട്ട് അവർക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ള ഒരു തീസിസ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നില്ല. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ടുള്ളത് അവരുടെ എക്സിസ്റ്റൻഷ്യൽ ഡിഗ്നിറ്റി. ഈ ഇനീക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു വർക്ക് ചെയ്തിരിക്കുന്ന റിപ്പോർട്ട്, ഗ്ലോബൽ റിപ്പോർട്ട്, നേരത്തെ പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ പാനൽ ഓൺ സോഷ്യൽ പ്രോഗ്രസ്, അതിൽ ഞങ്ങളുടെ കൂടെയുള്ള ഒരു ചിന്തകൻ, സോഷ്യോളജിസ്റ്റ് തെർബോൺ, അതിൻ്റെ ഫുൾ പേര് എനിക്ക് മറന്നു, ഒരു സ്വീഡിഷ് സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹം പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ബുക്കുകളിലൊക്കെ കില്ലിംഗ് ഫീൽഡ്സ് ഓഫ് ഇനിക്വാലിറ്റീസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞ 3 തരത്തിലുള്ള ഇനിക്വാലിറ്റി ഉണ്ട്. ഒന്ന്, സാമ്പത്തികമായിട്ടുള്ള ഇനിക്വാലിറ്റി. അതാണ് നമ്മൾ പലപ്പോഴും രാഷ്ട്രീയ തലത്തിലും അല്ലാത്ത തലത്തിലും ഒക്കെ കാണുന്നതും ഈ നമ്മുടെ റിപ്പോർട്ടുകളിലും കേരള പഠനത്തിലും എല്ലാറ്റിലും ഒക്കെ ഡെസൈലൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യുന്നത്. എത്ര ആസ്തിയുണ്ട്, എത്ര വരുമാനമുണ്ട്, എത്ര ഉപഭോഗമുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പഠനം. വേറൊന്ന് അദ്ദേഹം പറയുന്നത് കേപ്പബിലിറ്റി ഇനിക്വാലിറ്റി. അതായത് നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള തൊഴിൽ നൈപുണ്യം, അറിവ്, നിങ്ങളുടെ അമർത്യസൻ പറയുന്നത് മാതിരി പോവർട്ടി എന്നുള്ളത് ഭക്ഷണം കഴിക്കാത്തത് മാത്രമല്ല, ഇറ്റ്സ് എ ഫെയിലിയർ ഓഫ് യുവർ എബിലിറ്റി ടു ഹാവ് കേപ്പബിലിറ്റീസ്. സ്വയം ആർജിക്കാനുള്ളത്, തൊഴിൽ നേടാനുള്ള നൈപുണ്യം, ക്വാളിഫിക്കേഷൻ, അതിനുള്ള സാമർഥ്യം, ഇതൊക്കെയാണ്. അവ കേപ്പബിലിറ്റി ഇല്ലെങ്കിലും അതിലൊരു ഇനിക്വാലിറ്റി വരും. അതാണ് സ്റ്റാർക്കായിട്ടുള്ള ഇനിക്വാലിറ്റി. അതിൻ്റെ റിസൾട്ടായിട്ട് ചിലപ്പോൾ സാമ്പത്തിക ഇനിക്വാലിറ്റി കൂടിയെന്നും വരാം. പക്ഷെ അദ്ദേഹം പറയുന്ന സോഷ്യോളജിക്കലായിട്ടുള്ള മൂന്നാമത്തെ ഒരു ഇനിക്വാലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ലോകത്തിൽ പല തലത്തിലും പല സമൂഹത്തിലും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. എക്സിസ്റ്റൻഷ്യൽ ഇനിക്വാലിറ്റി, നിങ്ങളുടെ സത്വപരമായിട്ടുള്ള അസ്തിത്വപരമായിട്ടുള്ള ഒരു ഇനിക്വാലിറ്റി. ഡിഗ്നിറ്റി, ഒരു സമൂഹത്തിൽ വേറൊരു ഗ്രൂപ്പിനെ പുറന്തള്ളുന്നു. യൂറോപ്യൻ ചരിത്രത്തിൻ്റെ, നമ്മുടെയും ഒരുപാട് ചരിത്രമുണ്ട്, എന്നാലും യൂറോപ്യൻ ചരിത്രത്തിന് പറയുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അല്ലേ. യൂറോപ്യൻ ചരിത്രത്തിനെ കുറിച്ച് പറഞ്ഞാൽ ജൂതരെ ഒരു കാലത്ത് എപ്പോഴും വെറുത്തിരുന്ന, പുറത്തു തള്ളിയിരുന്ന്, അത് ജർമ്മനിയിൽ മാത്രമല്ല, എല്ലാ യൂറോപ്പിലെ എല്ലാ രാജ്യത്തും ഏറ്റക്കുറച്ചിലോടുകൾ ഉണ്ടായിരുന്നു. ഹിറ്റ്ലറായി ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ടിരുന്നു. ഒരു പരിധി വിട്ട് അവരെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിനെതിരായിട്ട് പോയത്. സ്റ്റാലിനും അതാണ് ചെയ്തത്. റഷ്യയിലുള്ള ജൂതരെ, ഒരുപാട് ജൂതന്മാരെ അവിടുന്ന് പലായനം ചെയ്ത് അമേരിക്കയിൽ അഭയം പ്രാപിച്ചു. പിന്നീട് അവർ വലിയ നോബൽ ലോറിയേറ്റുകളും വലിയ ശാസ്ത്രജ്ഞന്മാരുമായി. അത് വേറെ കഥ. ഇന്ന് ജൂതൻ്റെ
ആ സ്ഥാനം യൂറോപ്പിൽ വഹിക്കുന്നത് മുസ്ലിംസാണ്, അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ. ഇവിടെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള വെർഷനുണ്ട്, 2 തരം വെർഷനുണ്ട്. ഒന്ന്, ജാതീയമായിട്ടുള്ള ദളിതരെയും ആദിവാസികളെയും എങ്ങനെ നമ്മൾ പുറന്തള്ളി ആയിരക്കണക്കിന് വർഷത്തോളം താഴത്തെ ശ്രേണിയിൽ തളച്ചിട്ടു എന്നുള്ളതിൻ്റെ ഒരു ചരിത്രം. ഇപ്പോൾ പുതിയ ഒരു ശത്രുവിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ അനുകരിച്ച് മുസ്ലിമുകളെ ഒരു അതർ ആയിട്ട്, വേറിട്ടൊരു സമൂഹമായിട്ട് കാണുന്ന തരത്തിലുള്ള, അതിൽ ഒരു തരം ഇനിക്വാലിറ്റിയാണ് അത് സൃഷ്ടിക്കുന്നത്. കാരണം അങ്ങനെ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പെടുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കുന്നു എനിക്ക് ഇവരുടെ ഒപ്പം നിൽക്കാൻ പറ്റാത്ത ഒരാളാണെന്നുള്ളത്. അതുതന്നെ ഒരു അകൽച്ച ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എക്സിസ്റ്റൻഷ്യൽ ഇനിക്വാലിറ്റി. മറ്റു തരത്തിലുള്ള എക്സിസ്റ്റൻഷ്യൽ ഇനിക്വാലിറ്റി ഉണ്ടാവാം, സാമ്പത്തികമായിട്ട് വളരെ ബന്ധപ്പെട്ടത്. അതിൽ ഞാൻ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ പ്രസംഗിക്കുന്ന സമയത്തിൽ അവരെ നോർത്ത് ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് ഇരുത്താൻ വേണ്ടി പറയുന്നത് കക്കൂസിൻ്റെ കാര്യത്തിലാണ്. ഇന്ത്യയിൽ എത്ര വീടുകൾക്ക് സ്വന്തമായി ഒരു കക്കൂസുണ്ട്? അതിൻ്റെ വിവരങ്ങൾ സെൻസസിലുണ്ട്, നാഷണൽ സാമ്പിൾ സർവേയിലുണ്ട്. കേരളത്തിൽ 95% കുടുംബങ്ങൾക്കും സ്വന്തമായി എന്ത് സ്ഥിതിയിലായാലും ഒരു കക്കൂസുണ്ട്. ഗുജറാത്തിൽ അത് 45% ഉള്ളൂ. ഉത്തർപ്രദേശിൽ അത്ര പോലുമില്ല. ഇന്ത്യയെ മൊത്തം എടുത്താൽ ലേറ്റസ്റ്റ് കണക്ക് വെച്ച് 49% എന്ന് പറഞ്ഞാൽ പകുതി ഇന്ത്യക്കാർക്കും സ്വന്തമായിട്ട് ഒരു കക്കൂസ് എന്നില്ല. ഇതിൽ കൂടുതൽ ഇൻഡിഗ്നിറ്റി വേറെ എന്തെങ്കിലും ഉണ്ടോ? ആണുങ്ങൾക്കില്ലായിരിക്കും, പക്ഷെ സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയാണല്ലോ. 2 പെൺകുട്ടികളെ തല്ലിക്കൊന്ന് അവിടെ റേപ്പ് ചെയ്ത് ബദ്വാൻ UP വില്ലേജിൽ മരത്തിൽ കെട്ടിത്തൂക്കിയത്. സന്ധ്യയ്ക്ക് അവർ വെളിക്കിറങ്ങാൻ പോയതാണ്, ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, അപ്പോൾ കസിനെയും കൂടെ വിളിച്ചു. അപ്പോൾ എന്തുമാത്രം എക്സിസ്റ്റൻഷ്യൽ ഇനിക്വാലിറ്റിയാണ് അത് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനിക്വാലിറ്റി എന്നുള്ളതിൻ്റെ ആ ഒരു കഥ നമ്മൾ വെറും ഒരു സാമ്പത്തിക ഇൻഡിക്കേറ്റേഴ്സിൽ നിന്ന് മാറി കുറേ കൂടെ വിശാലമായിട്ടൊരു തലത്തിൽ ചിന്തിച്ചാൽ നമുക്ക് ഇന്ന് പറയുന്ന ഈ സാമൂഹ്യ കോൺഫ്ലിക്ട്സിൻ്റെ കുറച്ചുകൂടി ഒരു പ്രതലം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിലേക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സമ്പർക്കത്തിൻ്റെ കൂട്ടത്തിൽ കലാജാഥ നമ്മൾ ചെയ്യാറുണ്ട്, കുറേ കൂടി ശക്തമായിട്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കും. മിമിക്രി പോലുള്ള ഹാസ്യ മീഡിയം, സിനിമ, ഡോക്യുമെൻ്ററി, സോഷ്യൽ മീഡിയ നമ്മൾ ചെയ്യുന്നുണ്ട്. സ്പോർട്സ്, സർവേസ്, ഒപ്പീനിയൻ സർവേ. കാരണം പലതിലും നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണെന്ന് നമുക്ക് വിശ്വസിച്ചാൽ മാത്രം പോരാ, സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നും കൂടി അറിയുമ്പോഴേ നമുക്ക് എങ്ങനെ അവരോട് സംവദിക്കണമെന്നറിയുള്ളൂ. അങ്ങനെ പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് വേണ്ടി വരും എന്നാണ്. അതും ഒരു വെല്ലുവിളിയായിട്ട് നമ്മൾ എടുക്കേണ്ടി വരുന്നുള്ളതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് വേണ്ടത്, അത് ഞാൻ നേരത്തെയും എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്, ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, ട്രേഡ് യൂണിയൻ അല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യമുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസിന് അധികാരമാണ് അവരുടെ പരമമായ ലക്ഷ്യം. കാരണം അധികാരത്തിലൂടെയാണ് അവർ അവരുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ട്രേഡ് യൂണിയൻ മാതിരിയുള്ള സംഘടനകൾ, അസോസിയേഷന്മാരിലെ സംഘടനകൾ അവർക്ക് വേണ്ട അവകാശങ്ങൾ പിടിച്ചു വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടിലും അവർക്ക് എന്തെങ്കിലും കിട്ടണം, അധികാരമോ പങ്കോ കിട്ടണം എന്നുള്ളത് അധിഷ്ഠിതമാണ്. അതിലൊരു ഇക്കണോമിക് ഏജൻസി അതിലുണ്ട്. നമ്മൾ പബ്ലിക് ഇൻട്രസ്റ്റാണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്. പൊതുനന്മയെ ആസ്ഥാനം. നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്കൊന്നും കൊണ്ടുതരുന്നില്ലല്ലോ. ഒരു നീർത്തട പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് ആരും തരില്ലല്ലോ, വെള്ളം കൂടെ കിട്ടൂല അല്ലേ. അപ്പോൾ അതാണ് പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത്. ആ പബ്ലിക് സ്ഫിയറിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം. അവിടെ നമുക്കുള്ള ഒരു ആയുധമായിട്ട് നമ്മൾ വരേണ്ടത് ഒരു കൗണ്ടർ വെയിലിംഗ് പവർ. അതിന് മലയാളത്തിൽ എങ്ങനെ പറയുന്നറിയില്ല. നേരത്തെ ഞാനതിനെ പ്രതിരോധ ബദൽ ശക്തി എന്നാണ് പറഞ്ഞത്. കാരണം വെറും പ്രതിരോധ ശക്തിയല്ല. പ്രതിരോധം എന്ന് പറഞ്ഞാൽ അത് തടുക്കുകയാണ് ചെയ്യുന്നത്. ബദൽ എന്ന് പറഞ്ഞാൽ ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് കൗണ്ടർ വെയിലിംഗ്. ദാറ്റ് യു ആർ റോങ് ആൻഡ് ഐ ഹാവ് എൻ ആൾട്ടർനേറ്റീവ്. പ്രതിരോധ ബദൽ ശക്തിയാണ്. അതിന് പള്ളിയല്ല വേണ്ടത്, അതിന് പകരം വേണ്ടത് ഇന്ന കാര്യങ്ങളാണ്. അതാണ് കൗണ്ടർ വെയിലിംഗ് പവർ. അപ്പം നമുക്കൊരു കൗണ്ടർ വെയിലിംഗ് പവർ ആവാനുള്ള
ബാധ്യതയുണ്ട്. കാരണം നമ്മൾ പറയുന്നത് ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ആയുധം ഉപയോഗിച്ചുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിനെ ഓപ്പോസ് ചെയ്താൽ മാത്രം പോരാ, അത് വേറെ ഏത് തരത്തിൽ ആയിരിക്കണം എന്നുള്ളത് പറയാനുള്ള ബാധ്യതയും നമുക്ക് ഉണ്ട്, അത് ടെസ്റ്റ് ചെയ്യാനുള്ള ബാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രകൃതി വിഭവങ്ങളെ താഴെത്തട്ടിലെ ജനങ്ങളുടെ അതിജീവനവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. വീടുകളുടെ നിർമ്മാണം ഏരിയ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണവുമായി ചേർത്ത് നിജപ്പെടുത്തേണ്ടതല്ലേ? പഞ്ചായത്തുകൾക്ക് ഇന്നുള്ള അധികാരം ഉപയോഗപ്പെടുത്തുന്നതിന് അവരെ പരിശീലിപ്പിക്കേണ്ടതല്ലേ? വികസനത്തെ സംബന്ധിച്ച പുതിയ ചിന്ത മനുഷ്യരുടെ അതിജീവനവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്ത് പൊതുബോധം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. മലയാളത്തിനൊപ്പം നമ്മുടെ ഭാഷാ വൈവിധ്യങ്ങളെ ആഘോഷിക്കേണ്ടതല്ലേ? We have to think of a land use policy which is flexible to adapt local situations. Powers should be given to panchayats inside a large framework. ഇതെല്ലാം സജഷൻസ് ആണ്. ഇതിനോട് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. വീടുകളുടെ നിർമ്മാണം ഏരിയയും അംഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതുമാതിരി വളരെ സ്പെസിഫിക്കായി എത്ര MP പറയുന്ന മാതിരി എത്ര ഗ്രാം പഞ്ചസാര വേണം ഒരു ദിവസം, എത്ര റേഷൻ അരി വേണം, എത്ര സ്ക്വയർ ഫീറ്റ് ഇത് വേണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ബലം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു, പൊളിഞ്ഞു പോയതിൻ്റെ. അപ്പോൾ ഏതൊരു മനുഷ്യനും ഒരു പരിധി വരെ നിങ്ങളുടെ സ്വകാര്യ ഇടത്തിൽ കടക്കാൻ പറ്റുള്ളൂ. പോളിസി പറയാം, പക്ഷേ നമ്മൾ അതിനെ ഒരുപാടങ്ങ് നീട്ടിവലിച്ച് അതിന് പറ്റിയ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിനാണല്ലോ ഒരു ടാക്സ് എന്ന് പറയുന്നൊരു സാധനം ഉള്ളത്. ഞാൻ വലിയ വീട് കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയും വലിയ നികുതി ഏർപ്പെടുത്തണം. അതിന് പ്രോഗ്രസീവ് ടാക്സേഷൻ എന്നാണ് അതിന് പറയുക. നിരുത്സാഹപ്പെടുത്താനും അവരെ ഉത്സാഹപ്പെടുത്താനും ഇൻസെൻറ്റീവ്സ് ആൻഡ് ഡിസ്ഇൻസെൻറ്റീവ്സ്. ചെറിയ വീടുകളാണെങ്കിൽ അതിന് നികുതിയിൽ നിന്ന് ഒഴിവാക്കണം, അവർക്ക് മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള പോളിസീസ് കൊണ്ടുവരണം നമുക്ക്.